സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ ക്ഷേമനിധി പെൻഷനുകൾ വാങ്ങുന്നവർക്കും വളരെ ആശ്വാസകരമായ ഒരു അറിയിപ്പാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ ഫെബ്രുവരി മാസം 3 വിതരണം അവസാനിക്കുന്ന രീതിയിലാണ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജനുവരി മാസത്തിലെ തനത് പെൻഷനും 4 ഗഡു കുടിശ്ശികയിൽ 1 ഗഡു കൂടി സംസ്ഥാന സർക്കാർ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം സജീവമാക്കിയപ്പോൾ ആദ്യഘട്ടത്തിൽ 1600 രൂപ മാത്രം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നലെ മുതൽ 1600 കൂടി എത്തിച്ചേർന്നു തുടങ്ങി. വീടുകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി ഇന്നു മുതൽ വിതരണം സജീവമാക്കും. ഈ സാഹചര്യത്തിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത്. വിധവാ പെൻഷനുകൾ, വാർദ്ധക്യകാല പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ 2024 ഡിസംബർ മാസം വരെ കൃത്യമായ ആനുകൂല്യം മുടങ്ങാതെ എത്തിച്ചേർന്നവർക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കുടിശ്ശിക ഗഡുവും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നു. 3 മാസത്തെ കുടിശ്ശികയിൽ 2 മാസത്തിലെ പെൻഷൻ തുക പുതിയ സാമ്പത്തിക വർഷം മുതൽ വിതരണം ആരംഭിക്കുന്നു എന്നുള്ള ധനവകുപ്പിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് ധനവകുപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ബജറ്റിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിനും അടുത്ത സാമ്പത്തിക വർഷം 3.5% കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഒപ്പം ഊർജ്ജ മേഖലയിലെ നേട്ടത്തിന് അനുവദിച്ച 1.5% തുടരണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ തുകയിൽ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന തുകയിൽ 100 രൂപയുടെ വർധന ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ തുകയിൽ 100 രൂപ വീതം വർധനവ് വരുത്തുമ്പോൾ വീണ്ടും കോടികളുടെ ബാധ്യതയാണ് സംസ്ഥാന സർക്കാർ നേരിടാൻ പോകുന്നത്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുകൊണ്ട് ബജറ്റ് കൂടുതൽ ജനകീയമാക്കാനാണ് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശിക തീർക്കൽ, നെല്ല് സംഭരണം സപ്ലൈകോ കുടിശ്ശിക, റബ്ബറിന് വിലസ്ഥിരതാ ഫണ്ട് തുടങ്ങി സമഗ്രമായ പാക്കേജാണ് കേരളം സമർപ്പിച്ചിട്ടുള്ളത്. പെൻഷൻ കുടിശ്ശിക തീർപ്പാക്കലും തുകയിലെ വർധനവും ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.